എല്ലാവർക്കും നമസ്കാരം. കോസ്റ്റൽ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാൻ സെർച്ച് ഫോർ മീനിങ് എന്ന വിക്ടർ ഫ്രാങ്കലിന്റെ ബുക്കിനെ കുറിച്ചുള്ളതാണ്. 1905 വിയന്നയിലാണ് ഇദ്ദേഹം ജനിച്ചത്. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനും നാഡീരോഗ ചികിത്സകനുമായിരുന്നു വിക്ടർ ഫ്രാങ്കൽ. ലോക പ്രശസ്തമായ ലോഗോ തെറാപ്പിയുടെ പിതാവാണ് വിക്ടർ ഫ്രാങ്കൽ. അസ്തിത്വ വികസനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മനോശാസ്ത്ര പഠന രീതിയാണ് ലോഗോ തെറാപ്പി. ആത്മഹത്യ, വിഷാദരോഗം എന്നീ ടോപ്പിക്കുകളിലായിരുന്നു ഇദ്ദേഹം ബിരുദം നേടിയിരുന്നത്. മനഃശാസ്ത്ര രംഗത്ത് വിശിഷ്ടമായ സംഭാവനകൾ കാഴ്ചവെച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഒട്ടനവധി പുരസ്കാരങ്ങളുമുണ്ട്. നാസി തടങ്കലിലാക്കപ്പെട്ടത് മുതൽ തനിക്കും തന്റെ സഹതടവുകാർക്കും നേരിടേണ്ടി വന്ന അതിക്രൂരമായ പീഡനങ്ങളെയും യാതനകളെയും അസാധാരണമാം വിധം നിരീക്ഷിക്കുവാനും അവയെ വിലയിരുത്തുവാനും വിക്ടർ ഫ്രാങ്കലിന് കഴിഞ്ഞിരുന്നു. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തടങ്കൽ പാളയത്തിലെ ജീവിതത്തെ അദ്ദേഹത്തിന് നോക്കിക്കഴിയാൻ സാധിച്ചതിന്റെ ഒരു ഫലം തന്നെയാണ് ഈ കൃതിയും. നമുക്കറിയാം ചരിത്രം എങ്ങനെയാണ് നാസി തടങ്കലിനെ വിശേഷിപ്പിച്ചത് എന്ന്. അതികഠിനമായ പീഡനങ്ങളായിരുന്നു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇങ്ങനെ ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന ക്യാമ്പുകളിൽ ഏറെയും മനുഷ്യർ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ക്രൂരതകൾ സഹിക്കാതെ മരിക്കുക എന്നത് മാത്രമായിരിക്കും. എന്നാൽ അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്നും മാറി ചിന്തിക്കുകയായിരുന്നു വിക്ടർ ഫ്രാങ്കൽ. ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ ജീവിക്കുന്നതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത്. എന്നാൽ ഇതിനുള്ള ഒരു ഉത്തരം തന്നെയാണ് ഈ പുസ്തകവും. അമേരിക്കയിലെ ടോപ്പ് 10 പുസ്തകങ്ങളിൽ ഇടം നേടിയ ഒരു പുസ്തകം കൂടിയാണ് മാൻ സെർച്ച് ഫോർ മീനിങ് എന്നുള്ളത്. എന്തിനാണ് താൻ ഇനി ജീവിക്കുന്നത് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവരെയും ആ ചിന്ത മൂലം വളരെ വിരളമായി ജീവിക്കുന്നവരെയും നാം കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നിസ്സാരമായി നേരിടാം എന്ന് ഈ ഒരു പുസ്തകത്തിലൂടെ വിക്ടർ ഫ്രാങ്കൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസിനെ എങ്ങനെ മറികടക്കാമെന്നും എങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പുസ്തകത്തെ പ്രധാനമായും 2 പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചുമാണ് പറഞ്ഞു വെക്കുന്നതെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ലോഗോ തെറാപ്പിയെ കുറിച്ചാണ്. പുസ്തകത്തിൽ പറയുന്നത് ജീവിതത്തിന് ഒരു പേർപ്പസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒരു 3 കാര്യങ്ങളാണ് വേണ്ടതെന്നാണ്. അവ പേർപ്പസ് ഓഫ് വർക്ക്, ലവ്, കറേജ് ടു ഫേസ് ഡിഫിക്കൽട്ടീസ്. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതിനെയാണ് പേർപ്പസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. രണ്ടാമതായി പറയുന്നത് സ്നേഹം. നമ്മളോടും മറ്റുള്ളവരോടും നമുക്ക് സ്നേഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പേർപ്പസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായി പറയുന്ന കറേജ് ടു ഫേസ് ഡിഫിക്കൽട്ടീസ്. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതികൂല അവസ്ഥകളും ഉണ്ടായി കഴിഞ്ഞാലും ആത്മഹത്യ എന്നൊരു ടോപ്പിക് എടുക്കാണ്ട് അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും, അതിനെ നമ്മൾ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് മൂന്നാമത്തെ ടോപ്പിക് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന്റെ, അതായത് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് വിക്ടർ ഫ്രാങ്കൽ പറയുന്നത്. ജയിൽ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട കുടുംബത്തെക്കുറിച്ചും തന്റെ കൺമുൻപിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ട ജീവനുകളെ കുറിച്ചും എല്ലാം ഇദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ മരിച്ചതിന് കാരണം പീഡനമോ ക്രൂരതകളോ അല്ല, തങ്ങളുടെ ലൈഫിൽ തങ്ങൾക്കുള്ള ആ ഒരു ഹോപ്പ്, അതായത് ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടതാണ് കാരണമെന്നാണ് വിക്ടർ ഫ്രാങ്കൽ ഈ പുസ്തകത്തിൽ പറയുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരോട്, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്നവരോട് വിക്ടർ ഫ്രാങ്കൽ പറയുന്നത്, ജീവിതത്തിൽ നിന്ന് നാം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും ജീവിതം നമ്മിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. നമുക്കും നമ്മുടെ ചുറ്റുപാടിനും സമൂഹത്തിനും വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. സ്വന്തം വിശപ്പ് മറന്ന് അന്യന്റെ വിശപ്പകറ്റുവാനും അവരെ ആശ്വസിപ്പിക്കുവാനും ശ്രമിച്ചവരായിരുന്നു കൂടുതൽ കാലം നാസി തടങ്കലിൽ ജീവിച്ചിരുന്നത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. നിങ്ങൾ സ്വന്തമാക്കിയതെന്തും നിങ്ങൾക്ക് അതീതമായ ഒരു ശക്തിക്ക് കവർന്നെടുക്കാൻ കഴിയും. എന്നാൽ ഒരു സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന നിങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രം എന്നും നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാതൊന്നിനെയും നിങ്ങൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് കഴിയും. ഇതായിരുന്നു തടങ്കൽ ജീവിതത്തിലെ സംഭവബഹുലമായ ദിനങ്ങളിൽ നിന്നും വിക്ടർ ഫ്രാങ്കൽ ഉൾക്കൊണ്ട സത്യം. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ഒരിടത്തും തളർന്നു പോകാതെ മുന്നേറുവാൻ ഈ പുസ്തകം നമ്മളെ സഹായിക്കും. 198 പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിന്റെ മലയാളം പതിപ്പ് ലഭ്യമാണ്. പൊരുൾ തേടിയുള്ള മനുഷ്യപ്രയാണം എന്നാണ് മലയാളം പതിപ്പിന്റെ പേര്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.